നമസ്കാരം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി. അറിയാനുള്ള അവകാശം പ്രധാനമാണ്. സ്വകാര്യത ഉറപ്പാക്കി തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരാഴ്ചത്തെ സമയം കോടതി സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സ്ഫോടനമാകുമോ റിപ്പോർട്ട്? ഹേമ റിപ്പോർട്ടിനെ ഭയക്കുന്നത് ആരൊക്കെയാണ്? റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്താണ് കുഴപ്പം? ശുപാർശകൾ നടപ്പാക്കുമോ? ഈ ചർച്ചയിൽ ശ്രീമതി ദീദി ദാമോദരൻ WCC പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, ശ്രീ മിഥുൻ വിജയകുമാർ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ശ്രീ സജി പാറയിൽ തുടങ്ങിയവരാണ് പങ്കെടുക്കുക. ആദ്യം ശ്രീമതി ദീദി ദാമോദരൻ, 2017 WCC മുഖ്യമന്ത്രിയെ സന്ദർശിക്കുകയും ഒരു നിവേദനം കൊടുക്കുകയും ചെയ്യുന്നത്. 2017 രൂപം കൊള്ളുന്ന കമ്മീഷൻ 2019 ഡിസംബറിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് അതിൻ്റെ ഉള്ളടക്കം എന്ത് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ജസ്റ്റിസ് ഹേമ തന്നെ ചില മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ട്രിബ്യൂണലിൻ്റെ രൂപീകരണം, നിയമനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയിട്ടും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണല്ലോ. അപ്പോൾ ഈ റിപ്പോർട്ട് അതിൻ്റെ ഈ സ്വകാര്യത സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ മാറ്റത്തോടു കൂടി പുറത്തു വന്നാൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് ഇതിൽ ഭയപ്പെടാനുള്ള കാര്യങ്ങൾ എന്താണ്, ആർക്കാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരോ ഇതിന് ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് വളരെ പസിലിംഗ് ആണ്. അതായത് ഇത് ഒന്നാമത് ഇതിനൊരു കമ്മീഷനല്ല എന്ന് വെച്ചാൽ ഇതിന് അത്തരം കപ്പാസിറ്റി ഒന്നുമില്ല. സ്ത്രീകൾക്ക് സിനിമയിൽ, സ്ത്രീകളുടെ ഒരു തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ പറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ കൂടെ ചെയ്താൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് അതും വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ ഒരുപാട് സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് ജോലിയിൽ അവർക്കുണ്ടായ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ആ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഒരു റിപ്പോർട്ടും എന്ന് വെച്ചാൽ എവിഡൻസസ് എന്ന് നമ്മൾക്ക് വിളിക്കാവുന്ന എല്ലാം ഒരു ഭാഗത്തും, വേറൊന്ന് അതിൽ നിന്നും ഈ 3 അംഗ പാനൽ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങൾ മുഴുവൻ വേറൊന്നുമായിട്ടാണ് ഇത് പുറത്ത് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിൽ ഈ സ്ത്രീകൾ ആരെങ്കിലും പേര് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ കൺഫ്രണ്ടേഷനൊക്കെ വേണമായിരുന്നെങ്കിൽ സ്ത്രീകൾക്കൊക്കെ വേറെയും ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നല്ലോ. പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ പരിസ്ഥിതി എന്താണ് എന്ന് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സിനിമയിൽ പണിയെടുക്കേണ്ടി വരുന്ന പല തുറയിലുള്ള സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ പോയിട്ട് പറയാണ്. ആ പറഞ്ഞതിൽ നിന്നും അത് മുഴുവൻ എടുത്തു വയ്ക്കുകയും അതൊരു റിപ്പോർട്ടാക്കുകയും ചെയ്താൽ സത്യത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു കമ്മിറ്റി വേണമെന്ന് തീരുമാനിച്ച സർക്കാരിന് ഇത്ര ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്നതിൻ്റെ പേരിൽ അഭിമാനിക്കുന്നതിന് പകരം അത് പൂഴ്ത്തിവെക്കുന്നു, അത് ആരുടെയൊക്കെയോ പ്രൈവസിയുടെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് ഞാനത് പസിലിംഗ് ആണെന്ന് പറഞ്ഞത്. അതെന്താണ് അതിൻ്റെ കാര്യം അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് അവർക്ക് ജോലി ശ്രീമതി ദീദി ദാമോദരൻ, ജസ്റ്റിസ് കെ ഹേമ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് മുൻപ് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞ ഒരു വാചകം, മലയാള സിനിമയിലെ മിക്കവാറും എല്ലാ സ്ത്രീകളും വിട്ടുവീഴ്ച ചെയ്യാമോ എന്ന ചോദ്യം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മലയാള സിനിമയിലെ സ്ത്രീകൾ അങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുണ്ട് അവരുടെ കരിയറിൽ എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ, അത് നമുക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ള മട്ടിലുള്ള ഒരു സമ്മർദ്ദം മലയാള സിനിമയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് സർക്കാരിന്റെ മേൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് സാധാരണ മനുഷ്യൻ എത്തിക്കൂടെ? അതെ, അതിൻ്റെയൊക്കെ എത്രയോ മേലെയല്ലേ ഈ മനുഷ്യരാശിയുടെ പാതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ ജസ്റ്റിസിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ എൻഡ് റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ ക്യാമ്പയിന് പോലും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമല്ല. അതെന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണോ എന്തോ അവർക്ക് മനസ്സിലാവാത്തത്. ഇതിൽ ഈ ഭയപ്പെടുക എന്ന് പറയുന്നത് കൺഫ്രണ്ടേഷൻ അല്ല. ഒരു ജസ്റ്റിസിൻ്റെ കപ്പാസിറ്റിയിൽ അവിടെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടാൽ പോരല്ലോ, ഒരുപാട് അറസ്റ്റുകൾ നടക്കേണ്ടി വരുമായിരുന്നല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ പേരിൽ നടപടികൾ ഉണ്ടാവുകയൊക്കെ വേണമായിരുന്നല്ലോ. അതല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് വർക്ക് പ്ലേസിൽ ഞങ്ങൾക്ക് പലർക്കും പല രീതിയിലുള്ളതാണ്. എല്ലാം സെക്ഷൽ ഹാരസ്മെൻ്റ് ഒന്നും അല്ല.
ഇവർ ഈ പറയുന്ന പോലെ എല്ലാം ഇത് മുഴുവൻ സിനിമ നടികൾ എന്ന് പറയുന്നവർ മാത്രമല്ല, സിനിമയിൽ പലതരം ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഈ എല്ലാവരും അവരുടെ അതിൽ ടേംസ് ഓഫ് റെഫറൻസ് ചെക്ക് ചെയ്താൽ അറിയാം എന്തൊക്കെയായിരുന്നു ആ ജിയോയിൽ തന്നെ പറയുന്ന ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാൽ അറിയാം. ഇതിലെങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചെറുതാക്കി റെഡ്യൂസ് ചെയ്ത് ഇത് മാത്രമായിട്ട് വരികയും ഇതെല്ലാവരുടെ ആരൊക്കെയോ പ്രൈവസിയുടെ കാര്യങ്ങളാണ് എന്ന് പറയും. അതിനെപ്പറ്റിയൊക്കെ നമ്മളെല്ലാവരും കൺസേൺഡ് ആണല്ലോ, WCC എസ്പെഷ്യലി കൺസേൺഡ് ആണല്ലോ. നമ്മൾ പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ കമ്മിറ്റി വേണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പം സ്ത്രീകളുടെ ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി WCCയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കണമല്ലോ. അപ്പം നമുക്ക് അറിഞ്ഞൂടെ ഇത് ഇവരുടെയൊക്കെ പ്രൈവസിയെ ബാധിക്കുന്ന വിധത്തിലല്ല കാര്യങ്ങൾ പുറത്തു വരേണ്ടത്. നമ്മൾ ത്രൂ ഔട്ട് വിജിലൻ്റ് ആണല്ലോ, ഇപ്പോഴും ആണല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളുടെ ഇൻട്രസ്റ്റിൻ്റെ അപ്പുറത്ത് വേറെന്തോ അപകടം നടക്കാനുണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നേയില്ല. പിന്നെ ആവർത്തിച്ച് പറയുന്നത് ഇതൊരു പഠന റിപ്പോർട്ടാണ്, എന്നാൽ ഈ കുറ്റം ചെയ്തവരെ മുഴുവൻ നമുക്ക് എക്സ്പോസ് ചെയ്ത് കളയാം. അതിന് എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? ഈ സ്ത്രീകൾക്ക് അതിലൊന്നും ആക്സസ് ഇല്ല എന്നാണോ വിചാരിച്ചത്? ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എത്ര പരാതികൾ വന്നിട്ടുണ്ട്, എത്ര പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾ പോയി പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതിപ്പെട്ടാൽ തന്നെ അതിൻ്റെ പ്ലൈറ്റ് എന്താണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ആ നിലയ്ക്കൊന്നും അല്ല ഒരു ജസ്റ്റിസിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ആ കമ്മിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ ഐഡിയൽ കമ്മിറ്റിയാണ്. കാരണം വെറ്ററൻ ആയിട്ടുള്ള അത് 3 അംഗങ്ങൾ, 3 സ്ത്രീകൾ, അതിൽ വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ടായിരിക്കുക, ഒരു ജസ്റ്റിസ് ഉണ്ടായിരിക്കുക, അതിൻ്റെ കൂടാതെ IAS ഓഫീസർ ഉണ്ടായിരിക്കുക. ഇപ്പോൾ വാട്ട് എൽസ് ക്യാൻ വി എക്സ്പെക്ട്? ഏറ്റവും ഐഡിയലാണ്. പക്ഷെ എന്താണ് അവരെന്തെത്ര നേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത്? അതിൽ അവരെന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുകയും അത് പുറത്തേക്ക് വരാൻ അവർ മുൻകൈ എടുക്കുകയൊക്കെ അല്ലേ വേണ്ടത്? ഇതിൻ്റെ നല്ല വശങ്ങൾ എന്താണോ എന്തോ ആൾക്കാർ കാണാത്തത്. ഇത് ആവർത്തിച്ച് പറയേണ്ടത് ഇത് ചരിത്ര പ്രധാനമാണ് എന്നാണ്. ജസ്റ്റിസ് ഹേമ ക്യാൻ ഡെഫിനറ്റ്ലി ബി പ്രൗഡ്. കാരണം അവരുടെ പേരിനോട് ചേർത്ത് വളരെ ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഇത്. ആ സ്ഥാനത്ത് ഇത് ഗോപ്യമായിട്ട് വെക്കേണ്ടതാണ്. ഇത് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. ഇത് ആരെയൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഇൻട്രസ്റ്റിനെതിരാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു വിഷമം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സിനിമാ സംഘടനകളുണ്ട്. ഒരു ആക്ടറിനോട് ഒരാൾ അപമര്യാദയായിട്ട് കുറച്ച് സെക്കൻഡ്സ് അയാൾക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞപ്പം പ്രോംപ്റ്റായിട്ട് ആക്ട് ചെയ്ത സംഘടനയെ നമുക്കറിയാം. അപ്പം നിതാന്തമായിട്ട് സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാമത് എല്ലാ ടാക്സ് പേയേഴ്സും ഇതിന് ചോദ്യം ചോദിക്കേണ്ടതാണ്. ഇതെന്താണ് ഇതിൻ്റെ റിസൾട്ട്, എന്താ ഇത് പുറത്തു വരാത്തതെന്ന് ചോദിക്കേണ്ടതാണ്. അതിൻ്റെ പുറമെ സ്ത്രീകളോട് ഈ വിധം 5 കൊല്ലം അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയും ഇപ്പോൾ പുറത്തു വരാൻ നേരത്ത് വീണ്ടും അനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പുറത്തു വിടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പം എന്താണ് ഈ സംഘടനകൾ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ശ്രീ സജി നന്ദ്യാട്ട്, ഫിലിം ചേംബർ. ശ്രീ സജി നന്ദ്യാട്ട്, മലയാള സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യത്തെ സംബന്ധിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് 2019 സർക്കാരിന് നൽകിയതാണ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാരിന് ഇംപ്ലിമെന്റ് ചെയ്യാം, സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. അത് ചെയ്തിട്ടില്ല. അതേ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആദ്യം AK ബാലനും ഇപ്പോൾ സജി ചെറിയാനും പറയുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന വാശിയിലുമായിരുന്നു. ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യത സംബന്ധിക്കുന്ന ഭാഗങ്ങളൊക്കെ നീക്കിയതിന് ശേഷം ഇത് പുറത്തുവിടാമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രൊഡ്യൂസർമാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഹർജിയുമായി പോയി അത് തടയാൻ നോക്കി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ആരാണ് ഭയക്കുന്നത്? അല്ല, അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏകപക്ഷീയമാണ്. കാരണം ഇതൊരു ജുഡീഷ്യൽ പവർ ഉള്ള ഒരു സംവിധാനമല്ല. കാരണം ഇതൊരു ട്രയലോ അതല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ല ഇതിലെ ഡേറ്റാസ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2, സ്ത്രീകൾ അവരുടെ പ്രവർത്തന മേഖലയിൽ സുരക്ഷിതരായിരിക്കണം എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും സംഘടനയെ പ്രതികരിച്ചോ അല്ല, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് കണക്ക് കൂട്ടണം. ഇവിടെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണം. അതിലപ്പുറം ഞാൻ കാണുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവർ വർക്ക് പ്ലേസിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹനിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയാണ് ആവശ്യം.
അല്ല ശ്രീ സജിത് അന്തിയേട്ട, അങ്ങനെ എന്തെങ്കിലും കാര്യം ഏതെങ്കിലും സിനിമാ സംഘടന WCC അല്ലാതെ ഏതെങ്കിലും സംഘടന മുന്നോട്ട് വെച്ചിരുന്നു? ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആരുടെയും പേര് പറഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും കുറ്റാരോപണം ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചു, ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, ഇതൊരു കമ്മിറ്റി മാത്രമാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ബൈൻഡിങ്ങുമല്ല, പക്ഷെ സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണല്ലോ. ആ കമ്മിറ്റി ഒരു ശുപാർശ നൽകുമ്പോൾ ആ റിപ്പോർട്ടിന്റെ ക്രക്സ് എന്താണ്, ആ റിപ്പോർട്ട് എന്താണ് പറയുന്നത്, എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ, ഇത് ജനം അറിയണ്ടേ, സിനിമാ സമൂഹം അറിയണ്ടേ, എന്നിട്ട് സർക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതും അറിയണ്ടേ? ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ 6 കൊല്ലം കടന്നുപോയത് എന്നുള്ളതാണ് എന്റെ കൗതുകം. അല്ല അഭിലാഷ്, ഞാൻ പറയുന്നത്, ഞാൻ ഇവർക്ക് എതിരായിട്ട് പറയല്ല. എന്റെ ഒരു വേഷം എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മൾ സത്യസന്ധമായി ഇതിനകത്ത് ഡേറ്റ കൊടുത്തവരുണ്ടാവും, ഇതിനകത്ത് ഫ്ലക്സേഷൻ കൊണ്ട് ഡേറ്റ കൊടുത്തവരുണ്ടാവും, മാത്രമല്ല അർത്ഥസത്യങ്ങൾ പറഞ്ഞവരുണ്ടാവും. ഇതില് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പൊതുസമൂഹം എങ്ങനെ തിരിച്ചറിയും? കുറെ ശരികളുടെ കൂടെ കുറെ കള്ളങ്ങളും കൂടി ജനം ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിരപരാധികൾ ചിലപ്പോൾ അറിയില്ല ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികൾ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ ചിലരുടെ സ്വകാര്യതകളിൽ ഹനിക്കപ്പെടാം, വ്യക്തിഗതികൾ മാത്രമല്ല അത് ബാധിക്കുക, ആ തരത്തിലുള്ള മൊഴികൾ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരില്ല എന്നുള്ളതും പേജ് 49 ഖണ്ഡിക 96 പേജ് 81 മുതൽ 100 വരെയുള്ള ഖണ്ഡികകളും 165 196 ഖണ്ഡികകൾ ഇത്രയും മാറ്റിവെച്ച് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം പൊതുസമൂഹത്തിൽ കൊടുക്കാൻ എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇതിലിപ്പോ ആരുടെ സ്വകാര്യത ഹനിക്കപ്പെടാനാണ്? അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തില്ലല്ലോ. ഇതിപ്പോ ലൈംഗിക അതിക്രമം നടത്തിയ ആളുകളുടെ ലിസ്റ്റ് ഇതിനകത്തുണ്ട് എന്നുള്ള ഭയത്തിലാണെന്ന് തോന്നുന്നു ഇതിനൊരു വലിയ ഒബ്ജക്ഷൻ വന്നത്. അങ്ങനെ ഇല്ലല്ലോ. അല്ല, അതേക്കുറിച്ച് നമുക്കറിയില്ല, കാരണം ഇതിനുള്ള റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വൺ സൈഡഡ് ആയി പോയി റിപ്പോർട്ട് ഒരു പറയ്ക്ക് ഒരു ആശങ്കയുണ്ട്. കാരണം ഒരാൾക്കെതിരെ ആക്ഷേപം ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ കാര്യങ്ങൾ പരാതികൾ ഉന്നയിക്കുമ്പോൾ ആ പരാതികൾ ശരിയാണോ എന്ന് ശരിവെക്കുവാനോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറയാനുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കൗണ്ടർ പരിശോധനകൾ ഇല്ലാതെ ഒരു റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ അത് താങ്കളുടെ ആ വാചകമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലരും ഭയപ്പെടുന്നു, ഇത് എന്നെക്കുറിച്ചാണോ എന്ന് പലരും ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്രയും കാലം 6 കൊല്ലം പൊടിപിടിച്ചിരുന്നത്. ഇങ്ങനെ എന്നെക്കുറിച്ചാണോ എന്ന് പേടി കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ആ പേടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത് പുറത്തെടുക്കാതിരുന്നത്, ഇതിലെ ഒരു കാര്യവും ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നത്. അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ പ്രശ്നം എന്താണ്? തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ സത്യസന്ധമാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണ്? അതിന് പരിഹാരമാണ്. അത് ചെയ്യേണ്ടത് ആരാണ്? പൊതുസമൂഹമാണോ ചെയ്യേണ്ടത്? അല്ല, മറിച്ച് അതിന് ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ റെമഡി കണ്ടെത്തി പരിഹാരം ഉണ്ടാകണം. പക്ഷെ പൊതുസമൂഹത്തിലേക്ക് ഇത് വരണമെന്ന് നിർബന്ധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം അതിനുണ്ടോ എന്ന് എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയും? ശരി, അതാണ് സിനിമാ സംഘടനകളുടെ ആശങ്ക. അപ്പോഴും നോക്കൂ ശ്രീ, സംഘടനകളുടെ ആശങ്കയല്ല, വ്യക്തിപരമായിട്ടുള്ള ആശങ്കയാണ്. ശരി, ഓക്കെ. അല്ല, ഒരു സംഘടനയും ഇക്കാര്യത്തിലുള്ള നിലപാട് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഫൈൻ, വ്യക്തം. ശ്രീ രാഹുൽ ഈശ്വർ, എന്തുകൊണ്ടാണ് ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കരണ ശുപാർശ എന്തായാലും ഇതിനകത്തുണ്ട്? ഇതിൽ ഹേമ തന്നെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ചും ട്രിബ്യൂണലിന്റെ രൂപീകരണത്തെക്കുറിച്ചുമുള്ള ശുപാർശകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് എഴുതിയ ആളുകളിൽ നിന്ന് തന്നെ അവർ മാധ്യമങ്ങൾക്കുമായി കൊടുത്ത ഇന്റർവ്യൂകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സ്വദേശപരമായ ചില കാര്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രോഗ്രസീവായി അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന് അനുകൂലമായി ഒരു സിനിമാ സംഘടന പോലും നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഒരു യൂട്യൂബർ, അധികം കാഴ്ചക്കാരൊന്നുമില്ലാത്ത ഒരു യൂട്യൂബർ മോഹൻലാൽ ചൂരൽമലയിൽ പോയതിനെ, മുണ്ടക്കയിൽ പോയതിനെ പരിഹസിച്ചതിന് അമ്മ കേസ് കൊടുത്തു, സിദ്ദിഖാണ് കേസ് കൊടുത്തത്, പോലീസ് ആക്ട് ചെയ്തു. മോഹൻലാലിനെ കുറിച്ച് ഒരു വാചകം ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞാൽ അവിടെ നോവുന്ന, അവിടെ പരാതി കൊടുക്കുന്ന ഈ സിനിമാ സംഘടന മൊത്തം സ്ത്രീകളുടെ സിനിമാ മേഖലയിലുള്ള മൊത്തം സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ പാകമാവുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൽ അതിൽ പറയുന്ന ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പോലും ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ അഭിലാഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പോസിറ്റീവ് വശങ്ങളുണ്ട്, അതേപോലെ ഗ്രേ ഏരിയാസും. അതുകൊണ്ടാണ് ഇതിലെ മധ്യപാത, ആ റിപ്പോർട്ടിൽ ആക്ഷൻ എന്തൊക്കെ വേണമെന്നുള്ളതും റെക്കമെൻഡേഷൻസും രാഹുലിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കാം.
വൺ സൈഡഡ് അലിഗേഷൻസ് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വൺ സൈഡഡ് അലിഗേഷൻസിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാം. രണ്ടാം പോയിന്റ് ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയാം. ആലങ്കാരികമായി എടുത്താൽ ഈ റിപ്പോർട്ടിൽ അഭിലാഷിനെതിരെ ഒരു പരാമർശമുള്ളത്, റിപ്പോർട്ട് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ, എനിക്കതിൽ മറുപടി പറയാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. അതായത് എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തിന് എന്താണ് മറുപടി എന്ന് പറയാതെ തന്നെ ഞാൻ കുറ്റക്കാരനായി കരുതുന്ന ഇടത്തിലേക്ക് ഇത് പോകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. കാര്യം സമാനമായി നമ്മൾ പല വ്യാജ കേസുകളും കണ്ടു. നമ്മുടെ വിജയബാബുവിനെ കള്ളക്കേസിൽ വേട്ടയാടുന്നത് കണ്ടു, ഒമർ ലുലുവിനെ കള്ളക്കേസിൽ വേട്ടയാടുന്നത് കണ്ടു. പല കേസുകളിലും സമാനമായ സമ്മർദ്ദ തന്ത്രങ്ങളും മറ്റും വരുന്നത് കള്ളക്കേസാണോ? ആ കേസിലൊക്കെ കോടതികൾ അവരുടെ ഉത്തരവ് പറയട്ടെ. നമ്മളിപ്പോ കള്ളക്കേസാണോ അല്ലാത്ത കേസാണോ എന്ന് ഇവിടുന്ന് ജഡ്ജ് ചെയ്യണോ? അതിന് നമുക്കൊരു ജുഡീഷ്യൽ സംവിധാനം ഇല്ലേ? അതിന് കോടതി പ്രസക്തമാണ്. കോടതി പോലീസ് വിജയബാബു കേസ് ചോദിച്ചത് മീഡിയക്കാരെ കാണിക്കാനല്ലേ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ്. എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതായത് പുരുഷൻ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്. പുരുഷനെ തല്ലിയാൽ നാലാളുകൾ കൈയടിക്കും. സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് പുരുഷനെ ഇകഴ്ത്തി കാണിച്ചാലും അവനെ താത്തി കെട്ടിയാലും അതിനൊരു വലിയ മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് എന്റെ വിഷമകരമായ പോട്ടെ. ഇനി 2, 3 സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ ആകണം നിയമങ്ങൾ, പക്ഷെ പുരുഷ വിരോധമാകരുത്. അവിടെയാണ് 2 കാര്യങ്ങൾ പ്രസക്തമായി പറയാനുള്ളത്. ഒന്ന്, അതിജീവിതയുടെ പേര് പറയരുത്, അല്ലെങ്കിൽ അതിജീവിതമാരുടെ പേര് പറയരുത് എന്ന് പറയുന്നത് പോലെ ആരോപിതരുടെ പേരും അവർ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ പറയരുത്. കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഇവരുടെ പേരും പറയരുത്. അല്ല, അങ്ങനെ ഒരു നിയമമില്ല. അങ്ങനെ ഒരു നിയമമില്ല. IPC 228A അനുസരിച്ച് ഈ അതിജീവിതരായ മനുഷ്യരുടെ പേര് പറയരുത് എന്നുണ്ട്. മറിച്ചൊരു നിയമമില്ല. ഇവിടെ അല്ല, നമ്മൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയ പ്രശ്നം. ഇതാണ് ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊരു ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ശുപാർശ നൽകാൻ നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷനാണ്, ഒരു കമ്മിറ്റിയാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു കമ്മിറ്റിയാണ്. അവർ ഈ ലൈംഗിക അതിക്രമങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കും, അതിക്രമികളുടെ പേരെഴുതി വെച്ചിരിക്കും എന്നൊരു പ്രിസംഷന്റെ പുറത്താണ് പേടി ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല എന്നാണ് ജസ്റ്റിസ് ഹേമ തന്നെയും പറയുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കാം എന്ന പേടിയിൽ ഇങ്ങനെ റിപ്പോർട്ട് തടഞ്ഞു വെക്കുന്നതിന്റെ യുക്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കുക. ഇത് ബ്ലാങ്കറ്റ് അലിഗേഷൻസ് വരുമോ, ആ അലിഗേഷൻസ് പൊതുസമൂഹം സത്യമെന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? പ്രത്യേകിച്ച് ചില വ്യാജ കേസുകളുടെയോ അല്ലെങ്കിൽ മറ്റ് കേസുകളുടെയോ പശ്ചാത്തലത്തിൽ, വ്യാജമാണെന്ന് വിളിക്കേണ്ട ചില കേസുകളുടെ പശ്ചാത്തലത്തിൽ. അപ്പൊ ഇവിടെയാണ് നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. അവിടെയാണ് കോടതി കുറ്റക്കാരനെന്ന് പറയുന്നത് വരെ ഈ ആരോപിതന്റെ പേരും ലൈംഗിക കേസുകളിലോ ഇത്തരം കേസുകളിൽ പുറത്തുവിടരുത്. അതൊരു ഫെയർ ഡീൽ ആണല്ലോ. അതോടൊപ്പം 2, ഇനി ഒരു കാര്യം കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. എക്സ്പ്ലോയിറ്റേഷനും സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ അടക്കമുള്ള സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് ഇത് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻസ്, ആ കൺക്ലൂഷന് പുറത്ത് എന്ത് ആക്ഷനാണ് എടുക്കാൻ കഴിയുക, അതിന്റെ പുറത്തുള്ള നിയമനിർമ്മാണം, ഇവർക്കുള്ള അസിസ്റ്റൻസ്, കമ്മിറ്റി ഫോർമേഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇക്കിളിപ്പെടുത്തുന്ന ചർച്ചകൾ ഉണ്ടാക്കാനോ ഇക്കിളിപ്പെടുത്തുന്ന പേരുകൾ ഉണ്ടാക്കാനോ ഏതെങ്കിലും പ്രമുഖ ആൾക്കാരെ കരിവാരിത്തേക്കാനുള്ള വളഞ്ഞ വടിയായി മാറരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ് സബ്മിഷൻ. ശരി, അല്ല അത് അങ്ങനെയാണ് എന്ന് എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഞാൻ അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ഒരു കമ്മീഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാനോ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പറയാനോ ഒന്നുമുള്ള യാതൊരു ബാധ്യതയും സർക്കാരിനില്ല. ഇതൊരു കമ്മിറ്റി മാത്രമാണ്, ബൈൻഡിംഗ് അല്ല. സർക്കാരിന് വേണമെങ്കിൽ കേൾക്കാം, കേൾക്കാതിരിക്കാം, കോൾഡ് സ്റ്റോറേജിൽ വെക്കാം, എന്തും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇതിന്റെ പേരിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫൈനലായി തീരുമാനിക്കാൻ ഒരു കോൺക്ലേവ് നടത്തുമെന്നോ മറ്റൊക്കെയാണ്. കുറേ വർഷങ്ങൾ അതിനിടയ്ക്ക് കഴിഞ്ഞും പോയി. ഇപ്പോൾ ഈ റിപ്പോർട്ട് പൊതുസമക്ഷം എത്തുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവുക? റിപ്പോർട്ട് പൊതുസമക്ഷം വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പൊതുജനങ്ങൾക്ക് ചെയ്യാനില്ല. പക്ഷേ എല്ലാ മേഖലകളിലും വ്യത്യസ്തമായി കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് സിനിമാ മേഖലയ്ക്ക്. കാരണം അവർ സ്റ്റാർസാണ്. ഏറ്റവും നന്നായി ജോലി ചെയ്ത ഒരു കർഷകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നേക്കാളേറെ, അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് പോലും കിട്ടുന്നേക്കാളേറെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് കിട്ടുന്നേക്കാളേറെയൊക്കെ ഒരു സ്റ്റാർ വാല്യൂ കിട്ടുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. അത് സംവിധായകനായാലും അത് നടനായാലും അത് പാട്ട് പാടുന്ന ആളായാലും എല്ലാവർക്കും. കാരണം കലയാണത് എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ നമ്മളുടെ ബിംബങ്ങളാണ് അവരൊക്കെ മനസ്സിലായി. അത്തരം ആളുകളിൽ പോലും ഇത്തരം ക്രൈമുകൾ ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് പൊതുവേ ഒരു പറച്ചിലുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ ഇത് പുറത്തു വരുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് സർക്കാർ. അങ്ങനെ നമ്മളതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, കലയുടെ മേഖലയിലെ അവിടെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായിരിക്കും എന്നത് പറ്റില്ല.
ഇവിടെ ഇടപെടാൻ ശക്തമായ നിയമമുണ്ട്. ഈ നിയമത്തിന് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ജനങ്ങൾക്ക് അങ്ങനെ ചൂഷിതമല്ലാതെ, കാരണം ഇതൊരു വലിയ മേഖലയിൽ തുറവിയായി കഴിഞ്ഞു. ഇൻ്റർനെറ്റൊക്കെ വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു നിർമ്മാതാവാനോ ഒരു ഡയറക്ടർ ആവാനോ ഒരു നടനാവാനോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത അത്രയും ഇതിനെ കൂടുതൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും മേഖലകളിലേക്ക് ഇപ്പം തിയേറ്റർ സിനിമ തുടങ്ങിയ സംഗതിയിൽ നിന്ന് മാറി സിനിമ മൂവിങ് ആയി തുടങ്ങിയപ്പോൾ പുതിയ കാല ആളുകൾ, ജനറേഷൻ, നമ്മുടെ പുതിയ ജനറേഷൻ കുട്ടികൾ, ചെറുപ്പക്കാർ, അവരൊക്കെ ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മീഡിയ മേഖലയ്ക്ക് അത്രമാത്രം ആളുകൾ വരുമ്പോൾ ഈ മേഖലയിൽ ഇത്രയും മാത്രം വിഷയങ്ങളുണ്ട് എന്ന് സീനിയേഴ്സ് പറയുകയും അത് അന്വേഷിക്കാൻ കമ്മിറ്റി വരികയും ചെയ്യുമ്പോൾ ഇത് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ അത് വളരെ സ്വാഭാവികമായുള്ളൊരു റിപ്പോർട്ടായിട്ട് നമ്മൾ കാണണം. കാരണം ഈ മേഖലയെ പരിഷ്കരിക്കേണ്ടതും കാലോചിതമായ അതിൻ്റെ എല്ലാവിധ പരിക്കുകളും പരിഹരിക്കേണ്ടതും എന്നും നമുക്ക് ആരെങ്കിലേക്ക് ആത്മഹത്യ ചെയ്യാനോ നാടുവിട്ട് പോകാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ ഉള്ള ഒരു സ്ത്രീകളെ ഇനി മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കാനും പുതിയ കാല ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്ന് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ സാധിക്കണം. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ഒരു മേഖലയും കൂടിയാണ്. കാരണം അതായത് നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മുടെ എന്താ പറയുക, ഭൗതിക നിലവാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പണ്ട് ഒരു പുസ്തകം വായിക്കുകയോ കവിത കേൾക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറച്ചായിരിക്കും, അവരാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിനിമ എല്ലാവർക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും വെച്ച് കാണാം. അപ്പോൾ ഇത്ര വലിയൊരു മാധ്യമം, അതൊരു എഡ്യൂക്കേഷൻ സ്പേസാണ്. കാരണം ഒരു സിനിമ ഒരാളുടെ ജീവിതം മാറ്റി മറിക്കുന്നുണ്ട്. സിനിമ കണ്ടുകൊണ്ട് ഒരാളുടെ ലൈഫ് തന്നെ മാറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ മേഖലയെ അങ്ങനെ നിസ്സാരമായി കണ്ടതില്ല. മറ്റൊരു കാര്യമുണ്ട്, ഫിലിം ആർട്ടാണെങ്കിലും അതൊരു ഇൻഡസ്ട്രി കൂടിയാണ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം വ്യവസായമാണ്, അതിന് ഇക്കണോമി ഉണ്ട്. അപ്പോൾ എത്ര ആളുകളാണ് ഇതിൽ സ്റ്റാർസ് ആവാത്ത മുഖമെഴുത്തുകാർ, ഹെയർ ഡ്രസ്സേഴ്സ്, മറ്റേ വസ്ത്രാലങ്കാരത്തിൻ്റെ ആൾക്കാർ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഡാൻസ്, സ്റ്റണ്ട്, ഇങ്ങനെ നമ്മൾ ലൈറ്റ് ബോയ്സ്, ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ, പ്രൊഡക്ഷൻ യൂണിറ്റിൽ അവരൊക്കെ ഉണ്ടല്ലോ. ഇവരെ മുഴുവൻ നമ്മൾ കാണണം. ഇതൊക്കെ വ്യവസായത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ എല്ലാ മനുഷ്യരിലേക്കും പല രീതിയിലുള്ള ഇൻജസ്റ്റിസ് ഉണ്ടാവാതെ തരമില്ല. കാരണം വ്യവസായം അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയിൽ എപ്പോഴും ഇൻജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻജസ്റ്റിസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പുതിയ നിയമം, അതിൻ്റെ വേണ്ടുന്ന ഒരു നല്ല അവരുടെ തൊഴിൽ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം. ആ നിയമത്തെ നടപ്പിലാക്കാനുള്ള ഒരു ട്രിബ്യൂണലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബോർഡോ വേണ്ടി വരും അവിടെ പരാതി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കമ്മീഷൻസ് വേണ്ടി വരാം. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ, മറ്റ് കമ്മീഷനൊക്കെ പോലെ കമ്മീഷൻസ് ആവാം. അങ്ങനെ പല രീതിയിൽ ഇതിനെ കേർബ് ചെയ്യേണ്ടുന്ന, അതുപോലെ ക്ലിയർ ചെയ്യേണ്ടുന്ന, അതുപോലെ തന്നെ സുഗമമാക്കി മാറ്റേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ തന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം അത്രമേൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, കുട്ടികൾ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ അത് റവന്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ്, ആർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഒരു പോളിഫോണിക് ആയിട്ടുള്ള ഒരു മാധ്യമമാണ് സിനിമ എന്നതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ കൂടിച്ചേരുന്ന ഒരു വലിയ കൺസോർഷ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൺസോർഷ്യത്തെ അങ്ങനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സംഗതിയാണ് എന്നൊരു ആമുഖം കൂടി വെക്കേണ്ടതുണ്ട്. അല്ലാണ്ട് ഇപ്പൊ നേരത്തെ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞ ഇക്ലി എന്നുള്ള സംഗതിയല്ല. സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഗൗരവമായിട്ട് കാണാൻ അറിയാത്ത ആളുകളാണ് ഇത്തരം ഭാഷകൾ പറയുന്നത്. പിന്നെ റിവീലിംഗ് ഓഫ് ദ ഐഡന്റിറ്റി നോക്കൂ, അത് പഴയ നമ്മുടെ IPC പ്രകാരമാണെങ്കിലും പുതിയ നമ്മുടെ BNS പ്രകാരമാണെങ്കിലും അത് ക്രൈമാണ്. അപ്പോൾ ഒരിക്കലും റിവീലിംഗ് ദ ഐഡന്റിറ്റി ആയിക്കോളൂ എന്നൊരു വിവരാവകാശ കമ്മീഷനോ ഒരു ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ല. അത് എൻ്റെ സ്വകാര്യത, എൻ്റെ പ്രൈവസി എനിക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതൊരു സെക്ഷൽ ഹറാസ്മെന്റ് വിക്ടിമിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത്. ഞാൻ വിചാരിക്കുകയാണ്, ഞാനൊരു വിക്ടിമാണ് അല്ലെങ്കിൽ സർവൈവർ ആണെങ്കിൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി പുറത്ത് വരണ്ട എന്ന് തീരുമാനിക്കാത്തോളം അത് പുറത്തു വരാൻ പറ്റില്ല, ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വെച്ചാലും. പക്ഷെ അതേസമയം എക്യൂസ്ഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മറ്റ് തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ അനുഭവിക്കുന്ന മറ്റാളുകളുണ്ട്. അപ്പോൾ അവർക്കിത് പറയാൻ പറ്റിയിട്ടുണ്ട്, ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി പുറത്ത് വരേണ്ടതുണ്ട്. കാരണം അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ അറിയട്ടെ, ഇവരങ്ങനെ താരങ്ങള്, പുഴുക്കുത്തുള്ള താരങ്ങളോ അല്ലെങ്കിൽ തമോഗർത്തങ്ങളോ ആയി മാറിയ ആളുകളാണെങ്കിൽ അത് എക്സ്പോസ്ഡ് തന്നെ ആവണം. എന്ത് പ്രിവിലേജ് അവർക്ക് കൊടുക്കേണ്ടത്? നമ്മൾ അയാൾ ചെയ്യുന്ന ഒഫൻസിന്, അവർ ചെയ്യുന്ന ചൂഷണം, ചിലപ്പോൾ അവർ ഏറ്റവും നല്ല സ്റ്റാറോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഒക്കെ ആയിരിക്കും. ആരാണ് ഇനി പ്രൊഡക്ഷൻ മൊത്തം അങ്ങനെയാണല്ലോ പുതിയ രീതിയിൽ ശമ്പളം കൊടുക്കാതിരിക്കാൻ. എന്ത് ചോദിക്കുന്നില്ല? അലിഗേഷൻ ആണോ അല്ലയോ എന്നൊക്കെയുള്ളത് ഒരു കേസ് വരുമ്പോഴല്ലേ അത് നമ്മൾ എങ്ങനെയാണത് ജഡ്ജ് ചെയ്യുക? ഫോൾസ് ആണോ അതല്ലെങ്കിൽ ശരിയായിട്ടുള്ളതാണോ എന്ന്
ഈ റിപ്പോർട്ടിൽ അലിഗേഷൻസ് ഉണ്ട് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു പ്രശ്നം. അങ്ങനെ ഉണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ റിപ്പോർട്ട്. അപ്പോ ഇതിൽ അലിഗേഷൻസ് ഉണ്ട് എന്ന ഒരു ഞാൻ പറയാം അലിഗേഷൻസ് ഉണ്ടോ ഇല്ലേ നോക്കൂ. അതെ, ഞാൻ പറയാം. അതായത് അലിഗേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻസ് മാത്രമല്ലേ ഭയപ്പെടുന്നത് എല്ലാവരും. അല്ലാത്ത അലിഗേഷൻസിലെ ചൂഷണങ്ങൾ എത്ര തരം, സാമ്പത്തിക ചൂഷണങ്ങളില്ലേ? പിന്നെ പുറത്ത് പറഞ്ഞ ആളുകൾ എന്റെ നേരെ ഹറാസ്മെന്റ് നടന്നിട്ടുണ്ട്, ഇവിടെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറഞ്ഞ കമ്മീഷനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പുറത്ത് പറഞ്ഞ ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അത് മറക്കണോ? അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞ ബോൾഡായിട്ട് പറയുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ശമ്പളം കിട്ടാത്ത ആൾക്കാരുണ്ട്. ശരി, അല്ല അത് മാത്രമല്ല വിഷയം. ഈ പറഞ്ഞ ലൈംഗികാതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ മാത്രമല്ല വിഷയം. ശ്രീമതി ദീദി ദാമോദരൻ ഇവിടെ ഇപ്പോ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വാദം ചില ആളുകളെ കരിവാരി തേക്കാൻ ഇത് ഉപയോഗിച്ചേക്കുമോ എന്ന ഭയം കൊണ്ടാണ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന് മുകളിൽ ആക്ട് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ അത് പുറത്തുവിടാതിരുന്നത് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സർക്കാരിന് മുകളിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ സിനിമാ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. ആ തരത്തിൽ ആരെങ്കിലുമൊക്കെ കളങ്കപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണോ സർക്കാർ? അതായത് ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇവർ പറഞ്ഞ ആലിഗേഷൻ്റെ പുറത്ത് ഇവർക്ക് ആർക്കെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ചോ? പോലീസ് ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വന്നോ? ഇവർ ഈ പറഞ്ഞ അസത്യമായിട്ടുള്ളതോ സത്യമായിട്ടുള്ളതോ ആയ ആലിഗേഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്ത് നടപടിയാണ് 5 വർഷം കൊണ്ട് നടന്നത്? അപ്പോഴെങ്കിലും നിങ്ങൾ അറിയണം. പിന്നെ ഏകപക്ഷീയമാണ് ആണല്ലോ. സ്ത്രീകളുടെ തൊഴിലിടത്തിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ആരെയൊക്കെ പറ്റി പറഞ്ഞു അവരെ മുഴുവൻ വിളിച്ചു വരുത്തിയത്? വിചാരണയൊന്നുമല്ലല്ലോ. ഇത് സ്ത്രീകൾ പറയാണ് എനിക്ക് ജോലി ചെയ്യാൻ ഇന്ന തടസ്സങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ കാസ്റ്റിംഗ് കൗച്ചും ഉണ്ട്. അത് പറയുമ്പം പഠന റിപ്പോർട്ട് പുറത്തു വരേണ്ടതും ശുപാർശകൾ മുന്നോട്ട് വെക്കേണ്ടതും എന്താണ്? അതില്ലാത്ത ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിന് എന്നാണ് അത് വെക്കേണ്ടത്. അപ്പോൾ ഇത് പുറത്തു വന്നാൽ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ് വേണ്ടത്. സിനിമ പോളിസി ഉണ്ടാക്കുമ്പം നിർബന്ധമായിട്ടും അതിൽ സ്ത്രീയെ കൃത്യമായിട്ട് അവരുടെ ആ സ്പേസ് ഉണ്ടല്ലോ, അവരുടെ വർക്ക് സ്പേസ്, അത് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അവരെ സർവീസും എങ്ങനെയാണ് അത് വേണ്ടത്, ടേംസ് കണ്ടീഷൻസ് ഒക്കെ അതിന് സുതാര്യത വേണമെന്നുണ്ട്. ആ പറഞ്ഞതൊക്കെ എല്ലാം കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ വളരെ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ ആലിഗേഷൻസ് പറയാൻ നടക്കുകയല്ല ഇവിടുത്തെ സ്ത്രീകൾ. ഇവരോളം തന്നെ ഇവർ ആലിഗേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഇവരോളം തന്നെ കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരാണ്. അവർ സിനിമയിൽ പോകുന്നത് ഈ ആൾക്കാരെ പറ്റി ആലിഗേഷൻസ് പറയാനല്ല. അവരുടെ ജോലി തൊഴിലെടുത്ത് അതിന് തടസ്സം വരുന്നത് എന്താണ് എന്ന് ഒരു പാനലിൻ്റെ മുമ്പാകെ അവർ പറഞ്ഞത് റിപ്പോർട്ടായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. അത് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റേത് വർക്ക് പ്ലേസ് പോലെയും ആയിരിക്കണം സിനിമയും. സിനിമയിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ മാത്രം കാര്യമല്ല. ആശ പറഞ്ഞ പോലെ എല്ലാവരും മീഡിയയിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. ഈ സ്ത്രീക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതും ഈ ലോ ഓഫ് ദി ലാൻഡ് അനുസരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യമൊന്നും സ്ത്രീകൾ ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പഠന റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറയുന്നത് അത് ചർച്ചയ്ക്ക് വെക്കാനാണ്. അത് അതിൻ്റെ അവസാന വാക്കായിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ അല്ല, അത് ആവാൻ സാധ്യതയുമില്ല. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഇനി അത് ഏത് വിധം അത് എന്താ പറയുക അതിൽ ഇത് ചേർക്കാൻ പറ്റും, വെള്ളം ചേർക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. നിയമങ്ങളുടെ കുറവ് കൊണ്ടല്ല ഇവിടെ സ്ത്രീകൾ ആരും പരിരക്ഷിക്കപ്പെടുന്നുമില്ല അതിൻ്റെ പേരിൽ. പക്ഷേ ഇവിടെ പ്രധാനം ഇത് പുറത്തു വരിക പോലും ഇല്ല എന്ന് പറയുന്നത് നമ്മളെ തന്നെ പാപ്പരത്വം ഉണ്ടല്ലോ, അതാണ് വിളിച്ചോതുന്നത്. നമ്മൾ തന്നെ പറയാണ് ഈ വിധമാണ് ഞങ്ങൾ സ്ത്രീകളോട് പെരുമാറാറുള്ളത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ സംഘടനകളുടെ പേര് പറഞ്ഞത്. അതിലും അംഗത്വം ഉണ്ടല്ലോ സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള സംഘടനകൾ എന്താണ് സ്ത്രീകളെ പറ്റിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നപ്പം അവർക്ക് നല്ല ഹെൽത്തിയർ എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനെ പറ്റി വലിയ പണം മുടക്കിയിട്ട് സർക്കാർ ഒരു കാര്യം ചെയ്തപ്പോൾ
അതിന്റെ റിസൾട്ട് പുറത്തു വരണം എന്ന് എന്താണ് അവർക്ക് തോന്നാത്തത്? അതെന്തുകൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റാത്തത്? അതൊരു ആവശ്യമായിട്ട് എന്താണ് ഒരു സംഘടനയും അത് മുന്നോട്ട് വെക്കാതിരുന്നത്? എന്തിനാണ് ഈ ബേജാറും കരച്ചിലും ഒക്കെ? എന്തിനാണ് രാഹുൽ ഈശ്വർ എപ്പോഴും ഈ കള്ളക്കേസുകളും അർദ്ധസത്യങ്ങളും ഇതിനെയൊക്കെ പറ്റി എന്തിനാണ് ഇത്ര കൺസേൺഡ് ആവുന്നത്? അത് കഴിഞ്ഞ് അതിനെയൊന്നും ഇവിടെ ആരും തൊട്ടിട്ട് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നു, ഇവർക്കൊക്കെ എതിരെ കേസ് കൊടുത്ത് നടക്കുകയായിരുന്നു. അതല്ല, പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻവയൺമെൻറ്റ്, ഞാൻ ജോലി ചെയ്യുന്ന എൻവയൺമെൻറ്റ് ഈ രാജ്യത്തെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് പറയുകയും അതിന് ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പിലാക്കാൻ സർക്കാർ കൂടെ നിൽക്കുകയും വേണം. അത് പറഞ്ഞപ്പം വനിതാ കമ്മീഷന് മനസ്സിലായി. വനിതാ കമ്മീഷൻ ഈ ഇതിൽ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട്. WCC ഇംപ്ലീഡ് ചെയ്ത പോലെ വിമൻ കമ്മീഷൻ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? എന്തിനാണ് ഇവർ ഈ ബേജാറും കരച്ചിലും ഒക്കെ എന്തിനാണ്? പുറത്തു വിടില്ല എന്നോ വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധം ഉണ്ടാവുമ്പോൾ ഒരുപാട് പുരുഷന്മാരുടെ ജീവിതം അത് കാരണം നശിച്ചിട്ടുണ്ട്. ഒരുപാട് പുരുഷന്മാരുടെ ജീവിതവും കുടുംബവും ഇത്തരം കള്ളക്കേസുകാർ. രാഹുൽ, ഇവിടെ കള്ളക്കേസ് ഇവിടെ ഒന്നാമത് ഇത് കേസല്ല. ഒന്നാമത് ഇത് കേസല്ല. കേസിന്റെ കാര്യം സ്ത്രീകൾക്ക് കിട്ടുന്ന നീതിയെ പറ്റിയിട്ടൊന്നും രാഹുൽ ഈശ്വർ പ്രത്യേകിച്ച് നമ്മളോട് ആരോടും പറഞ്ഞു തരണ്ട. സ്ത്രീകൾക്ക് തുല്യനീതി കിട്ടുന്നില്ല എന്നുള്ളതിന് ഏത് സ്കൂൾ പഠിക്കുന്ന കുട്ടിക്കും അത് അറിയാം. രാഹുൽ ഈശ്വറിന് മനസ്സിലാവായിക ഉണ്ടാവും. അതെ, ഞാൻ പറയുന്നത് ആ കാര്യമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ നടക്കുന്ന കേസല്ല. രണ്ട് ഭാഗവും കേട്ടിട്ട് വിധി കൽപ്പിക്കാൻ ഇരിക്കുകയല്ല. അവിടെ എന്താണ് സ്ത്രീകൾക്ക് വർക്കിംഗ് എൻവയൺമെന്റിൽ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അവിടെ സ്ത്രീകൾ മാത്രമേ പറയേണ്ടതുള്ളൂ. ഇനി അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഈ എൻവയൺമെന്റ് ഒരു ബെറ്റർ പ്ലേസ് ആക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇവർ പറഞ്ഞ ആലിഗേഷൻസ് മുഴുവൻ ആൾക്കാരെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന കോടതി ആയിരുന്നില്ല ഹേമ കമ്മിറ്റി. അതിന്റെ മുമ്പിൽ പോയിട്ട് മൊഴി കൊടുത്തവരാരും അങ്ങനെ ധരിച്ചു പോയിട്ടുമില്ല. അവരെ ഐഡന്റിറ്റിയും ആ എൻവയൺമെന്റ്, ആ സിനിമയുടെ സെറ്റ് പോലും പറഞ്ഞാൽ അത് ഇതിലേക്കുള്ള എന്താന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അതൊക്കെ റിഡാക്ട് ചെയ്തിട്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, ടേംസ് ഓഫ് റെഫറൻസ് പറഞ്ഞു, ഇത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. ടെക്നീഷ്യൻസ് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടയിൽ ടെക്നീഷ്യൻസ് ഇല്ലാത്തത്? പണിയറിയാത്തതുകൊണ്ടല്ലല്ലോ, അത് എൻവയൺമെന്റിന്റെ പ്രശ്നമാണല്ലോ. ആ സ്പേസ് എങ്ങനെ വുമൺ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും എന്നതിന് വേണ്ടിയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷന് അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസുകളിൽ വൈശാഖ ജഡ്ജ്മെന്റിന് ശേഷം ഇന്റേണൽ കംപ്ലൈന്റ് സെല്ലുകളുണ്ട്, വനിതകൾക്ക് വേണ്ടിയുള്ള സെല്ലുകളുണ്ട്. അതനുസരിച്ചാണ് എല്ലാ സ്ഥാപനങ്ങളും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സിനിമയും ഒരു വർക്ക് യൂണിറ്റ് ആണ്. ആ നിലയിൽ പക്ഷേ ഉള്ള ഒരു പരിരക്ഷ അവിടെ ഇല്ല. എന്ന് മാത്രമല്ല, എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം, അവരുടെ വേതനം അടുക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പഠിക്കാനുള്ള സമഗ്രമായ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചറിയാം ഉള്ള ഒരു സമിതിയായിരുന്നു ഇത്. ആ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ആശ്വാസം നൽകിയതാണ്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ ഭാഗമായ ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിട്ടില്ല, ഒരു ശുപാർശയും സർക്കാർ നടപ്പാക്കിയിട്ടുമില്ല. അത് ശരിക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളോടുമുള്ള വഞ്ചന എന്നുള്ള നിലയിലല്ലേ കാണാൻ പറ്റൂ? ഒന്നാമത്തെ കാര്യം, അഭിലാഷ്, ഞാൻ കരുതി അഭിലാഷ് ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലാന്ന്. അപ്പോൾ എനിക്കിത് പറഞ്ഞു തീർക്കാനുള്ളൊരു സമയം തരും. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് പറയാനുള്ളൊരു സമയം അനുവദിക്കുന്നു ഞാൻ കരുതുന്നു. ഈ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിന് ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് സർക്കാർ തന്നെ അതിന് കൃത്യമായൊരു ഉത്തരം നൽകേണ്ടതാണ്. പക്ഷേ ഇതിൽ പലപ്പോഴും ഒരു കണ്ടൻഷൻ വന്നത് പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പം പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്നുള്ളത് ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ പ്രൈവസിയുടെ കൺസേൺ ഇല്ല. തീർച്ചയായിട്ടും ആസ് എ ടാക്സ് പെയർ ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ ആ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക തന്നെ വേണമെന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രൈവസി കൺസേൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രൈവസി കൺസേൺ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം നേരത്തെ സൂചിപ്പിച്ച പോലെ അത് കേൾക്കാതെ പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ കമ്മിറ്റി ഒരു കൂട്ടം ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ അലിഗേഷൻസ് ആർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഒരു എന്താ പറയുക, തുടക്കഘട്ടങ്ങളിൽ നമ്മളൊക്കെ കേട്ടൊരു കാര്യമാണ്, പല പ്രമുഖർക്ക് എതിരെയും പല കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളും അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്.
അപ്പം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഒരു ഭീതി ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടാവുന്നത്. പക്ഷേ അതിനെ ഒരുപക്ഷെ അതിനെ ഡീൽ ചെയ്യേണ്ട രീതി മറ്റൊന്നായിരിക്കാം. പക്ഷേ ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്തുകൊണ്ടും നടപ്പിലാക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഈ എന്താ പറയുക, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അത് ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ജോണി ഡെപ്പ് മുതൽക്ക് മധുർ ഭണ്ഡാർക്കർ വരെ, അല്ലെങ്കിൽ അനുരാഗ് കശ്യപ് മുതൽക്ക് വിജയബാബു വരെയുള്ള ആളുകളുടെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നേരെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് വന്നിട്ടുണ്ട്. നാനാ പട്ടേക്കർക്ക് നേരെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ രാജേഷ് ഖന്നയ്ക്ക് നേരെ, അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും സെക്ഷൽ അലിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പം ഇതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ആരെങ്കിലും വന്ന് പറയുന്ന കാര്യം ഇതൊരു ഇമോഷണൽ ഡിസ്കഷൻ ആക്കി മാറ്റുന്നതിന് പകരം ഇതിലെ ഒരു എന്താ പറയുക ലോജിക്കൽ ഡിസ്കഷനായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇരയ്ക്ക് കിട്ടുന്ന അതേ പരിഗണന അക്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കും കിട്ടണം. കാരണം കോടതിയാണ് ഇതിൽ വിധി പറയേണ്ടത്. ആ കോടതി വിധി വരുന്നത് വരെ ഒരിക്കലും നമുക്ക് അതിലൊരു എന്താ പറയുക ഒരു മീഡിയ ട്രയലിന് ഒരാളെ വിധേയനാക്കാൻ പാടില്ല. നേരത്തെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച 2 കേസുകൾ അവർ ഏതെങ്കിലും സമിതിക്ക് മുമ്പ് പോയി റിപ്പോർട്ട് കൊടുക്കുകയോ മൊഴി കൊടുക്കുകയോ അല്ല, അവർക്കൊരു ആക്ഷേപം ഉണ്ടായി, ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പരാതി ഉണ്ടായി. അത് നമുക്ക് നിയമ സംവിധാനമുണ്ട്, പോലീസിന് കംപ്ലൈന്റ് ചെയ്യും. അത് ആർക്കെതിരെ ഉണ്ടായാലും എങ്ങനെയാണോ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യും. ഇപ്പോൾ സിനിമക്കാരായാലും അവർക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ. സിനിമക്കാരാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസുലേഷൻ ഉണ്ടോ? ഇല്ല. സിനിമക്കാരായാലും സാധാരണക്കാരായാലും ആരായാലും ഇതുപോലെയുള്ള ആരോപണം നേരിട്ടാൽ സ്വാഭാവികമായ പോലീസ് നടപടിക്രമങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ ആരോപണങ്ങൾ വിലയിരുത്തി, ആ പരാതി വിലയിരുത്തി, അന്വേഷണം നടത്തി നമുക്കൊരു ജുഡീഷ്യൽ സംവിധാനമില്ലേ? ആ ജുഡീഷ്യൽ സംവിധാനമല്ലേ തീർപ്പ് കൽപ്പിക്കുന്നത്. അല്ലാതെ എനിക്ക് ആരാധനയുള്ള ആൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആരോപിച്ച ആൾ മോശം എന്നുള്ള മട്ടിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ലല്ലോ. അതിനൊരു നിയമ സംവിധാനമുണ്ട് ഇവിടെ. തീർച്ചയായും കാണാൻ കഴിയില്ല. അവിടെ നിയമം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയയുടെ പേര് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ അലിഗേഷൻ നേരിടുന്ന ഒരാളുടെ പേരും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. കാരണം ഇതുവരെ അദ്ദേഹം ആ കുറ്റം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മീഡിയ ട്രയൽ, പലപ്പോഴും മീഡിയ ട്രയൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മീഡിയ ട്രയൽ നടന്നിട്ട് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ മീഡിയ ട്രയലിന് വിധേയമാക്കി പലതരത്തിലും കരിവാരി തേക്കുന്ന അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നിയമം എന്ന് പറയുന്നത് ശരിയാണ്, ഇപ്പോൾ ഒരു അക്യൂസ്ഡ് പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷെ എന്ന് കരുതിയിട്ട് അക്യൂസ്ഡിന്റെ പേര് പുറത്തു വരണം, അത് വിളിച്ച് പറയണം, അറിയട്ടെ, 4 ആൾ അറിയട്ടെ എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മൾ നിയമം എന്ന് പറയുന്ന കാര്യത്തിന് അല്ലെ ഒരു ലോജിക്കൽ സ്റ്റാൻഡ് പോയിന്റ് നിന്നുകൊണ്ടല്ല നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. പലപ്പോഴും ഇന്നില്ലാത്ത നിയമങ്ങൾ നാളെ വന്നേക്കാം. ഈ ലെജിസ്ലേറ്റ് ചെയ്യപ്പെടുന്ന നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഒക്കെ നടത്തി അതിനെ ഒരു എവല്യൂഷണറി എന്താ പറയുക ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് നിയമവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം വരണം, കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു നിയമം, 2 കൂട്ടരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിയമം വരണം എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം ഈ ഒരു ഇൻഡസ്ട്രിയിലെ എന്താ പറയുക ഇൻജസ്റ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു പോഷ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു. സാധാരണ കോർപ്പറേറ്റ് കൾച്ചറിലൊക്കെ തന്നെ പോഷ് കമ്മിറ്റി ഒരു എന്താ പറയുക ഒരു പ്രിവെന്റീവ് കമ്മിറ്റി പോലെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതൊരു റിയാക്റ്റീവ് കമ്മിറ്റിയാണ്. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമാണ് ഈ പോഷ് കമ്മിറ്റിയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ പോഷ് കമ്മിറ്റി, സിനിമയ്ക്കകത്തുള്ള പോഷ് കമ്മിറ്റി എത്ര അവയർനെസ് ക്യാമ്പയിൻസ് നടത്തി, എത്ര ആളുകളെ ഇവർ ഇതിനെക്കുറിച്ച് ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസോ അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ് സെഷൻസോ അവർ നടത്തുന്നുണ്ടോ? ഇപ്പോൾ സാധാരണ ഒരു കോർപ്പറേറ്റ് കൾച്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരു പോഷ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ എല്ലാ എംപ്ലോയിയും ജോയിൻ ചെയ്യുക തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നും ഇതൊരു വെറും ഒരു റിയാക്റ്റീവ് കമ്മിറ്റി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇവിടെ അവയർനെസ് എന്നൊരു കാര്യം കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഈ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ട് ഈ കമ്മിറ്റി എത്ര അവയർനെസ് സെഷൻസ് നടത്തി, ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പോഷ് കമ്മിറ്റി അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോഷ് കമ്മിറ്റി ഫംഗ്ഷൻ ചെയ്യേണ്ടത് സാധാരണ മറ്റേത് സ്ഥാപനത്തിലുള്ള ഒരു പോഷ് കമ്മിറ്റിയെ പോലെ തന്നെയാണെന്ന് നിയമം തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കമ്മിറ്റി എന്തുകൊണ്ടാണ് റിയാക്റ്റീവ് ഒരു കമ്മിറ്റി രൂപീകരിച്ചതല്ലാതെ വൈശാഖ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിയമം പാലിക്കുന്ന അല്ലെങ്കിൽ നിയമം അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഇപ്പോഴും സിനിമയിൽ ഇല്ല. അല്ല, പോഷ് കമ്മിറ്റി വേണമെന്നാണല്ലോ, പോഷ് കമ്മിറ്റി വേണമെന്ന റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്ന കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പരിഹരിക്കാനുള്ള കമ്മിറ്റി പോലും ഇല്ല. അതെ, അതാണ് ഇത്. ഒരു സിനിമാ സംഘടന അവരുടെ മെമ്പർമാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാനമില്ല. അവിടെയാണ് ശ്രീ മിഥുൻ വിജയകുമാർ എന്താണ് ഈ 3 അംഗ കമ്മിറ്റി ശുപാർശ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്താണ് തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ, സുരക്ഷ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്തതെന്ന് നമുക്കറിയില്ല. കാരണം ഈ പറഞ്ഞ റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ചിരിക്കല്ലേ, നമുക്കാർക്കും അറിയില്ലല്ലോ. ഒരു റെക്കമെൻഡേഷനും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമില്ല. അതിന് എന്തോ കോൺക്ലേവ് ഇനി 2019 കിട്ടിയ റിപ്പോർട്ടിനെ സംബന്ധിച്ച് 2024 കോൺക്ലേവ് നടത്താൻ ആലോചിക്കുന്നു എന്നാണ് ഇവിടുത്തെ സിനിമാ മന്ത്രി പറയുന്നത് പോലും. താങ്കൾ പറയുന്നത് ഒരു കമ്മിറ്റി പോയതാണ്. ഇടത് സർക്കാർ വളരെ അവധാനതയോട് വളരെ എക്സ്പ്ലോസീവ് വിഷയം കൈകാര്യം ചെയ്തതാണ്. അതിനവരെ മോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വളരെ കോഷ്യസ് ആയി കൈകാര്യം ചെയ്യേണ്ട
തൊട്ട് മുമ്പത്തെ സർക്കാർ ഇടത് സർക്കാർ തന്നെ കഴിഞ്ഞ സർക്കാർ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഭരണത്ത് വെക്കുന്നതാണല്ലോ അവധാനത. ഒന്ന് പോ രാഹുൽ ഈശ്വർ, ഇത് ആരെ പേടിച്ചിട്ടാണ് എന്നുള്ളതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാം. ഒരു റിപ്പോർട്ട് ഈ സർക്കാർ തന്നെ ഒരു സമിതിയെ നിയോഗിച്ചിട്ട് വേണ്ട, ഇനിയിപ്പോ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ പോലും വേണ്ട. അല്ല ശ്രീ രാഹുൽ വേണ്ട, വേണ്ടത് റിപ്പോർട്ട് ഇനിയിപ്പോ ആരുടെയെങ്കിലും ആകാശം ഇടിഞ്ഞ് തലയിൽ വീണിട്ട് മലയാള സിനിമ പപ്പടമാവുമെന്ന് വിചാരിച്ചിട്ട് റിപ്പോർട്ട് പുറത്തു വിടേണ്ട. വേണ്ടെന്നേ, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടപ്പാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ശുപാർശ ഉണ്ടാവുമല്ലോ. 2 ശുപാർശ നടപ്പാക്കി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറയാറുണ്ടല്ലോ. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി മലയാള സിനിമയിലെ പ്രമുഖരായ ഈ WCC അംഗങ്ങളുടെ പരാതി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, ഞങ്ങളൊപ്പമുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിനപ്പുറത്ത് എന്ത് ചെയ്തു? അരക്കഴഞ്ച് എന്തെങ്കിലും ചെയ്തോ എന്ന് സർക്കാർ വിശദീകരിക്കണം. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് അവധാനത എന്ന് വിളിക്കുക? അതിനെ കഴിവുകേടെന്നോ ഭീരുത്വമെന്നോ പേരെന്നോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരിനെ എന്തോ അവധാനത എന്നെങ്ങനെയാണ് പറയാ? ഇത് അനവധാനതയാണ്. ചെയ്യാനുള്ള നിശ്ചയദാർഢ്യമില്ലായ്മ, ആരെയൊക്കെയോ പേടിക്കൽ, ഇതൊക്കെയാണ് മലയാള ഭാഷയിൽ ഇക്കാര്യത്തെ വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അവധാനത എന്ന് വിളിക്കാനേ പറ്റില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോട് ചോദിക്കണം. അദ്ദേഹത്തിനൊന്നും ആരെയും പേടിയുണ്ടെന്ന് അദ്ദേഹത്തിന് എതിർക്കുന്ന ഞാൻ പോലും പറയില്ല. പക്ഷെ ഇവിടെ വേണ്ട എന്താ, ദീദി മാഡം പറഞ്ഞതുപോലെ, ആശാജി പറഞ്ഞതുപോലെ, നമുക്ക് എന്താണ് ഇതിന്റെ ഫൈൻഡിങ്സ് അത് ഫോക്കസ് ചെയ്യണം. എന്താണ് ഇതിൽ നിയമനിർമ്മാണമോ പോളിസി? 2019 കൊടുത്ത ഒരു റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സിൽ ഫോക്കസ് ചെയ്യണമെന്ന് 2024 രാഹുൽ ഈശ്വർ പറയാണ്. 5-6 കൊല്ലം ഈ റിപ്പോർട്ട്, ഈ ശുപാർശ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ? അവര് നോക്കിയോ? നമ്മൾ അറിഞ്ഞോ? ഇല്ലല്ലോ. ഇതുവരെ എവിടെയില്ല. ഇപ്പൊ വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തു വിടാമെന്ന് പറയുമ്പോഴാണ് പൊതുമണ്ഡലത്തിൽ വീണ്ടും ഇത് ചർച്ചയാവുന്നത് പോലും. സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ച് പൂഴ്ത്തി വെച്ചിട്ട് അതിനെ ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ അവധാനതയാണെന്ന് പറഞ്ഞാൽ മതിയോ? സിനിമാ മേഖലയിലെ ആരെങ്കിലും സഖാവ് പിണറായി വിജയൻ പേടിക്കുന്നു, ഗവൺമെന്റ് പേടിക്കുന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരും വിശ്വസിക്കുമെന്ന്. ഇവിടെ വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. സിനിമാ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന വിഷയമാണ്. ഒരുപാട് അതിലെ ജീവിതങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഏതൊരു സർക്കാരും കോഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതൊരു സർക്കാരും വളരെ ആലോചിച്ച് മാത്രമേ പോകാൻ കഴിയൂ. ഇല്ലെങ്കിൽ CPM സർക്കാരിന്റെ ഒരു നടപടി ശരിയാണെന്ന് വലതുപക്ഷക്കാരനായി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് അത്ര എക്സ്പ്ലോസീവ് ആയ ഒരു കൗണ്ടന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കോഷം വേണം. അഭിലാഷ് പറയുന്നത് മുൻകരുതൽ. അവിടെ ശ്രീമതി ദീദി ദാമോദരൻ, ഇത് എക്സ്പ്ലോസീവ് ആയ ഒരു വിഷയമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് സ്ഫോടനാത്മകമാണ്. ഈ ഹേമ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പുറത്തു വന്നാൽ, ആ റെക്കമെൻഡേഷൻസ് നടപ്പാക്കിയാൽ എന്ത് സ്ഫോടനമാണ് നടക്കുക? എന്ത് എക്സ്പ്ലോഷനാണ് ഉണ്ടാവുക? അതാണ് ഞാനും ചോദിക്കുന്നത്. എന്താണ് ഒരു എക്സ്പ്ലോസീവ് ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ഇവർ ഭയപ്പെടുന്നത്? എന്താണ്? അങ്ങനെ വലിയ കുറ്റമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ പുറത്തു വരും എന്നാണോ ഇവർ ഭയപ്പെടുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ പോയിട്ട് പറഞ്ഞു. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഇനി സിനിമ ഇൻഡസ്ട്രി മുന്നോട്ട് പോവാൻ. അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനത് പറയുമ്പോഴേക്കും എന്തിനാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ മാത്രം എടുത്തതിൽ അവസാനിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ LDF സർക്കാർ എന്ന് പറയുന്നത്. അത് ഈ പഠന റിപ്പോർട്ട് വേണം എന്ന തീരുമാനം വരെയും, അതൊരു ജിയോ ആണ്, തീരുമാനം വരെയും അത് വലിയ പണം മുടക്കിയിട്ട് അതിനുവേണ്ടി ഇതേപോലെ ഇത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് മൊഴിയെടുക്കുകയും വളരെ സ്ട്രെന്യൂസ് ആയിട്ടുള്ള ഒരു ടാസ്ക് നടത്തുകയും ചെയ്തു. ആ നടത്തിയതിൽ ഇവർ ഭയപ്പെടുന്നതായിട്ടുള്ള ഒന്നും പുറത്തു വരാൻ ഒരു സാധ്യതയില്ല. കാരണം അത് മുഴുവൻ കൺസീൽ ചെയ്തിട്ട്, ഇന്ന് ആ വേർഡിക്റ്റ് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ജസ്റ്റിസ് ഹേമ അത് വളരെ കെയർഫുള്ളായിട്ട് എല്ലാ മൊഴികളും ഒരു ബുക്കിലും, വേറെ ഒന്ന് മാത്രം എന്ന് വെച്ചാൽ അവർ അതിൽ നിന്നും മനസ്സിലാക്കിയത് അവരുടെ ഓരോരുത്തരുടെയും റിഫ്ലക്ഷനും റെക്കമെൻഡേഷനും വേറെ ഒന്നിലുമാണ്. അത് കൺസീൽഡാണ്. അവർക്ക് അതിനെപ്പറ്റി അവർ വളരെ കോഷ്യസ് ആണ്. ഇവർ ഈ പറയുന്ന പ്രൈവസിയൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പോഷ് ആക്ട്, ഇതല്ലേ നമ്മൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇത് ഞങ്ങളുടെ എന്തോ ഉത്തരവാദിത്വമാണോ? ഇവർ ആദ്യം അവയർനെസ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ല. ഒരു റെക്കമെൻഡേഷനും അതിനാവശ്യമില്ല. ഒരു റെക്കമെൻഡേഷനും അതിനാവശ്യമില്ല. അതുകൊണ്ടാണ് നടപ്പാക്കണം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് WCCക്ക് വീണ്ടും കേസ് കൊടുക്കേണ്ടി വന്നത്.
വീണ്ടും കേസ് കൊടുക്കുകയും അത് മുന്നോട്ട് പോവാതിരിക്കുകയും ചെയ്യുന്നത്. വനിതാ കമ്മീഷൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രൊഡക്ഷൻ ഹൗസിൽ കയറി ഇറങ്ങി നോക്കുകയാണ്, റെയ്ഡ് നടത്തുകയാണ്. അവിടെ IC എങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ? പേരിന് പോലും IC ഇല്ലാതെയാണ് സിനിമകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ബേജാറുണ്ടെങ്കിൽ അവർ നിർത്തണമായിരുന്നല്ലോ. അത്തരം സിനിമകൾ പുറത്തു വരാൻ പാടില്ല. അതിൽ ഇതൊക്കെ വേണം. ഇതെല്ലാം കൂടെ ചേർന്നാകുമ്പോഴാണ് അതൊരു വർക്ക് പ്ലേസ് ആവുന്നത് എന്ന് പറയണ്ടേ? വൈശാഖ് ഗൈഡ് ലൈൻസ് സിനിമയ്ക്ക് ബാധകമല്ലേ? നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങളെന്തോ നടപ്പാക്കിയില്ല, അവയർനെസ് ഞങ്ങൾ കൊടുത്തില്ല എന്നല്ല പറയേണ്ടത്. ഒരു സിനിമ തുടങ്ങുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താ നടപ്പാക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അതിന് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുറത്തു വരേണ്ടതില്ല, അല്ലാതെ തന്നെ അത് നടപ്പാക്കേണ്ടതുണ്ട്. തീർച്ചയായും വ്യക്തമാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇതിപ്പോൾ മറ്റെല്ലാ വർക്ക് പ്ലേസുകൾക്കും ബാധകമായിട്ടുള്ള നിയമം, അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം, ഇതൊന്നും സിനിമയെ സംബന്ധിച്ച് ഇപ്പോഴും ഇല്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച പരാതികൾ കേരളത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വനിതകളായ സിനിമാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അവർ സർക്കാരിൽ വളരെ ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നു. അതിന് അനുബന്ധമായി ഇവിടെ ശ്രീമതി ദീദി വിശദീകരിച്ചതുപോലെ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു, അതിന് പണം മുടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പ്രശ്നത്തെ നമ്മൾ ഇപ്പോഴും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഈ ചർച്ചയിൽ പരോക്ഷമായി സൂചിപ്പിക്കപ്പെടുന്നത് പോലെ കൾപ്രിറ്റ്സിന്റെ പേരുണ്ടാവുമെന്ന പേടി ആപാത ചൂടം ബാധിച്ചിരിക്കുകയാണോ സിനിമാ മേഖലയെ? ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. എനിക്ക് പറയാതൊരു പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ വേണ്ടത്, ഇപ്പോൾ നമ്മൾ ഏത് നിയമം എടുത്ത് നോക്കിയാലും കാണാം. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സൈബർ നിയമങ്ങളാണെങ്കിലും പൊതുവെ ഇത്തരം മേഖലകളിലെ ക്രൈമുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇവിടെ ഉണ്ടാവുന്നത്. ക്രൈം സംഭവിക്കുന്നു, അതിന് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ അതോടനുബന്ധിച്ച് സ്ത്രീകൾ സുരക്ഷിതത്വം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു സംഘടന പോലെ ഒരു മൂവ്മെൻറ്റ് പോലെ ഫോം ചെയ്യുന്നു. പല പല ഡിമാൻഡുകൾ സർക്കാരിനോട് വയ്ക്കുന്നു. അപ്പോൾ സർക്കാർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ ഈ മേഖലയിൽ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ചൂഷണങ്ങൾ പല രീതിയിലാവാം, സെക്ഷലാവാം, ഫിസിക്കലാവാം, അത് ഇൻ്റലക്ച്വൽ ആവാം, ഇമോഷണൽ ആവാം, അങ്ങനെയുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ എക്സ്പ്ലോയിറ്റേഷൻസിനെ അങ്ങനെ അനുവദിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തൊഴിലാളികളാണ്. അപ്പോൾ ഈ തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാർ എന്താ ചെയ്യുന്നത്? ആ തൊഴിലാളി വർഗത്തിൻ്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഒരു ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത്രമേൽ പണം മറിയുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പോൾ വേറെ എന്താ ഉള്ളത്? നമുക്ക് വലിയ ഇൻഡസ്ട്രി ഉള്ളത്, ഇത്ര കോടികളുടെ പറയുന്ന വേറെ ഇൻഡസ്ട്രി കേരളത്തിൽ എന്താ ഉള്ളത്? അപ്പോൾ ഈ ഇൻഡസ്ട്രീനെ ഇവിടെ നിർത്തേണ്ടത് ഇവിടുത്തെ ഇക്കണോമിക് ബാലൻസിന് കൂടി ആവശ്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ റൂൾ ഓഫ് ദ ലോ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ റൂള് കൊണ്ടുവരണം, അല്ലെങ്കിൽ ലോ കൊണ്ടുവരണം. അത് തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജസ്റ്റിസ് പറയുന്ന സംഗതി. ജസ്റ്റിസ് എന്താ പറയുന്നത്? ഒരു ട്രിബ്യൂണൽ കൊണ്ടുവരണം. ട്രിബ്യൂണൽ ഉത്തരവാക്കിയിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. എങ്ങനെയാണ് ട്രിബ്യൂണൽ വരിക? ട്രിബ്യൂണൽ വരണമെങ്കിൽ കൃത്യമായ ഒരു നിയമം വരണം. ആ നിയമമാണ് ഈ ട്രിബ്യൂണലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയേണ്ടത്. അപ്പോൾ ആ നിയമമാണ് ഈ ട്രിബ്യൂണലിൽ വരേണ്ടുന്ന കേസുകളെ കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ആ നിയമമാണ് ആരാണ് അക്യൂസ്ഡ്, ആരാണ് കൾപ്രിറ്റ്, ആരാണ് പരാതിക്കാരനാവേണ്ടത് എന്ന സംഗതികൾ കൂടി പറയും. അപ്പോൾ ഈ മേഖല പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സൈബർ മേഖലയിൽ ആകെ വളരെ കുറച്ച് നിയമങ്ങളേ ഉള്ളൂ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട്. 2000 ഉണ്ടാക്കിയ സൈബർ നിയമം ട്രേഡിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് ട്രേഡിന് കോമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ അങ്ങനത്തെ ഒരു എയിം ആൻഡ് ഒബ്ജക്റ്റീവുള്ള നിയമത്തെ എടുത്തുകൊണ്ട് മനുഷ്യരെ കബളിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റും വളരെ തുലവും മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ മേഖലയിൽ സർക്കാർ ഒരു ഓർഡിനൻസ് പെട്ടെന്ന് ധൃതിയിൽ കൊണ്ടുപോകുന്നത് പരാജയപ്പെട്ടൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒരു നിയമനിർമ്മാണം അനിവാര്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്ന സമയത്താണ് ഈ കമ്മിറ്റി വെക്കുന്നതും കമ്മിറ്റി വഴി ഇനി കൃത്യമായി ഒരു നിയമനിർമ്മാണം വരാൻ പോകുന്നതും. ഈ നിയമനിർമ്മാണം വഴി ഇനി പുറകിലേക്ക് കൂടി ഇഫക്റ്റ് കൊടുത്താൽ മാത്രമാണ് ഇത് പേടിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതനുസരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ വെരി ഗുഡ്. ശരി, എന്താണ് ഒരു കാര്യം പെട്ടെന്ന് ആഡ് ചെയ്തോട്ടെ? യഥാർത്ഥത്തിൽ ദീദി മാഡം പറയുന്നതും ആശാജി പറയുന്നതും ഞാനോ മിഥുനോ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ വലിയ രീതിയിൽ നമ്മൾ യോജിക്കും. പക്ഷെ ആശങ്ക യഥാർത്ഥത്തിൽ അഭിലാഷ് പറയുന്നതിനോടാണ്. അഭിലാഷ് ദീദി മാഡം ആശാ മാഡം ബാലൻസ് ചെയ്യാനെങ്കിലും കൾപ്രിറ്റ് എന്നും അക്യൂസ് എന്ന് പറഞ്ഞു. അഭിലാഷ് ആ ബാലൻസ് പോലും ഇല്ലാതെ കൾപ്രിറ്റ്സുകൾ പേടിച്ചു, വിഗ്രഹങ്ങൾ ഉടയുമോ എന്ന് ചോദിക്കുമ്പോ ഇതിനെതിരെ ഒരു അലിഗേഷൻ വന്നാൽ തന്നെ മോശക്കാരനായി. മാതൃഭൂമി പോലെ ഏറ്റവും പ്രമുഖനായ ചാനലിലെ ഏറ്റവും പ്രമുഖനായ അവതാരകൻ ഓൾറെഡി ഇവരെ കൾപ്രിറ്റ് എന്ന് വിളിക്കുമ്പോ ആരുടെങ്കിലും പേര് പറഞ്ഞോ?
ആരെ രാഹുൽ ഈശ്വരൻ? ഞാൻ ആരെയാണ് കൾപ്രിറ്റ്സ് എന്ന് വിളിച്ചത്? ഈ ലോകത്ത് ഒരു കൾപ്രിറ്റ് ഉണ്ടാവില്ലേ? ഒരു വിഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ ഇപ്പൊ രാഹുൽ ഈശ്വരൻ പറയാണ് ഞാൻ ഇന്ന ആളെ കൾപ്രിറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ അതിന് സമാധാനം പറയാം. ഇന്ന ആളെ ഇന്ന വിഗ്രഹം ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഈ വിഗ്രഹം ഉടയും എന്ന് ഞാൻ പറഞ്ഞു എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഒരാളുടെ പേര് പറഞ്ഞില്ല, പകരം അഭിലാഷ് പറഞ്ഞത് ഇതിൽ പേര് വന്നാൽ പോലും അവർ കൾപ്രിറ്റുകളാണ് എന്നുള്ള ഇംപ്ലിക്കേഷനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്. അപ്പോ കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് പേടി ഉണ്ടാവില്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. കുറ്റം ചെയ്യാത്ത, മടിയിൽ കനമില്ലാത്ത ആളിന് വഴിയിൽ പേടി വേണോ? വേണ്ടല്ലോ. കുറ്റം ചെയ്യാത്ത ആളിന് ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല. അപ്പൊ കുറ്റം ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും പേടി ഉണ്ടാവും. അവരെയാണ് ഞാൻ കൾപ്രിറ്റ് എന്ന് വിളിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഇത്രയും പണം ചെലവാക്കി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണ്ടേ? അഭിലാഷ് ഒരൊറ്റ കാര്യം പുറത്തു വരണ്ടേ? ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാളും പേടിക്കണ്ടല്ലോ. പേടിക്കുന്ന ആളുകൾ കൾപ്രിറ്റുകളാകും എന്നൊരു നിഗമനത്തിലെത്താം. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞില്ലല്ലോ. ആരുടെയെങ്കിലും പേര് പറഞ്ഞെങ്കിൽ രാഹുൽ പറയുന്നതിന് വസ്തുതയുണ്ടെന്നൊക്കെ ആയിരുന്നു. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ. കൾപ്രിറ്റുകൾ പേടിക്കുന്നുണ്ടാവും. ഞാനൊരു പോസിറ്റീവ് സ്പീഡ് പറയുകയാണ്. യഥാർത്ഥത്തിൽ നല്ല ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്ന ആശാ നടത്തിയോ ദീദി നടത്തിയോ അല്ല ഞങ്ങൾക്കിടക്കുമ്പോൾ ആശങ്ക. പകരം സ്ത്രീകളുടെ കൂടെയാണ്, ഫെമിനിസ്റ്റുകളുടെ കൂടെയാണെന്ന് പറഞ്ഞ് അവരെക്കാൾ കൂടുതൽ ശക്തമായ നിലപാടെടുക്കുന്ന അഭിലാഷിനെ പോലുള്ള ലിബറൽ സമൂഹത്തെയാണ് പേടി. കാര്യം ഓൾറെഡി ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ മോശമായി, അവന്റെ വിഗ്രഹം ഉറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ താങ്കൾക്ക് ആരുടെ വിഗ്രഹം ഉടയുന്നുള്ള എന്തോ ഒരു കൺവിക്ഷൻ ഉള്ളത് പോലെയാണ്. എനിക്കറിയോ, ഇതൊന്നും എനിക്കറിയില്ല. താങ്കൾ അതിന് വളരെ ഞാൻ കൾപ്രിറ്റുകൾക്ക് പേടി ഉണ്ടാകും, ആപാത ചൂടം പേടി വന്നിരിക്കുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആരാണ് എന്ന് എനിക്കറിയില്ലല്ലോ. അല്ലാതെ പേടിയില്ലാത്ത, തെറ്റ് ചെയ്യാത്ത ഒരാൾ നിർഭയനായിരിക്കില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? ഏത് റിപ്പോർട്ട് ആരെഴുതിയാൽ എന്താണ്? തെറ്റ് ചെയ്യാത്ത ഒരാൾ നിർഭയനായിരിക്കില്ലേ? തെറ്റ് ചെയ്യാത്ത ഒരാൾ നിർഭയനായിരിക്കില്ലേ? ഭയമുള്ളത് മടിയിൽ കനമുള്ളതും ഉണ്ടാവും. അത് നമ്മളൊരു സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പൊ ഈ റിപ്പോർട്ടിനെ, ഇതുപോലൊരു റിപ്പോർട്ടിനെയൊക്കെ എന്തിനാണ് പേടിക്കുന്നത്? അതാണ് ഇവിടുത്തെ മൗലികമായ ചോദ്യം. എന്തിനാണ് ഈ പേടി? എന്തിനാണ് ഈ പേടി എന്നാണ്. മിഥുൻ എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാത്തൊരു കാര്യമുണ്ട്, എനിക്കത് പറയണം. അഭിലാഷ്, ഞാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞു. അഭിലാഷ്, പോഷ് ആക്ട് എന്ന് പറയുന്നത് 2013 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ആണ്. അതിൽ റെഗുലേറ്റഡ് ആയിട്ടും അൺറെഗുലേറ്റഡ് ആയിട്ടുമുള്ള എല്ലാ ഇൻഡസ്ട്രീസും പെടും. അപ്പം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോജിക്കും ഇല്ല. കാരണം അവർ ഇതിനെക്കുറിച്ച് അവെയർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോഷ് ആക്ട് നടപ്പിലാക്കപ്പെടാൻ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വേണ്ട. വൈശാഖ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ പോഷ് ആക്ട് നടപ്പിലാക്കൂ എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ ചൂഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു ബൈനറി ആയി കണ്ടുകൊണ്ട് മാത്രമല്ല, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. പോഷ് ആക്ട് ബാധകമാണ്. സിനിമ ഒരു വർക്ക്പ്ലേസാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അല്ലല്ല, പോഷ് ആക്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് ബാധകമാണ് അഭിലാഷ്. അല്ലല്ല, പോഷ് ആക്ട് വെറും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു 4 കെട്ടിടത്തിന് ഉള്ളിൽ മാത്രമല്ല ബാധകം. അത് കോൺട്രാക്ച്വൽ എംപ്ലോയീസ് ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലെ എംപ്ലോയീസ് ആണെങ്കിലും എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതിനെ ഒരു എന്താ പറയാ, ഒരു കമ്മിറ്റി റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കമ്മിറ്റികൾ എന്തുകൊണ്ടാണ് ഓരോ സിനിമാ യൂണിറ്റും ഇല്ലാത്തത്? ഇപ്പോ അല്ല, 2019 വരെ ടൈം എടുത്തു. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതാണുള്ള പ്രശ്നം. 5 വർഷം വിസ്മൃതിയിലായിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒടുവിൽ വെളിച്ചം കാണുകയാണ്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എത്രമാത്രം സർക്കാർ നടപ്പാക്കും തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അറിയാം. അതിലേക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ദീദി ദാമോദരൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീ സജി നന്ദിയാട്ട്, ശ്രീ മിഥുൻ വിജയകുമാർ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.